ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പഠിക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 14ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ടെൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ടെൻസിൻ്റെ റൂളും സെൻറ്റൻസ് മേക്കിങ്ങും ഒക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പഠിക്കുന്ന ടെൻസ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കാം, ഏത് ടെൻസ് എവിടെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാസ്റ്റ് ടെൻസ് വരെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മളിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇനി എന്താ പഠിക്കാനുള്ളത്? ദ ഫ്യൂച്ചർ. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ ആയിരിക്കും. പാസ്റ്റ് കഴിഞ്ഞു, പ്രസൻറ്റും കഴിഞ്ഞു, പാസ്റ്റും കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെന്താ പഠിക്കുന്നത്? ഫ്യൂച്ചർ. നമ്മൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും പഠിച്ച പോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ക്ലിയർ ആണോ? 4ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണിത്, എന്നാലും നമുക്ക് ഫസ്റ്റ് എന്താ? സിമ്പിൾ ഫ്യൂച്ചർ, ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിൻ്റെ റൂൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് അതേഴ്സ്. നമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്നാണ് പഠിച്ചത്. പക്ഷേ ഓബ്ജക്റ്റ് മാത്രമല്ല, വേറെ വേർഡ്സും അവിടെ വരാൻ പറ്റും. പക്ഷേ സബ്ജക്റ്റും വെർബും എന്തായാലും വരും. പിന്നെ വേറെ വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് വെർബ് വരാം, അഡ്ജക്റ്റീവ് വരാം, ഓബ്ജക്റ്റ് തന്നെ വരണമെന്നും ഇല്ല. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഓബ്ജക്റ്റ് പഠിച്ചു എന്നേ ഉള്ളൂ. അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻറ്റൻസ് താഴെ വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയണമെങ്കിൽ എന്താ? ഐ വിൽ റൈറ്റ് എ നോവൽ. നമ്മൾ പഠിച്ച എക്സാമ്പിൾ, ഐ വിൽ റൈറ്റ് എ നോവൽ. ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് പഠിക്കണ്ടേ? എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് വിച്ച് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ, അതായത് ഭാവി കാലത്ത് ഒരു ആക്ഷൻ സംഭവിക്കുമെങ്കിൽ നമുക്കതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. അതായത് ഫ്യൂച്ചറിലെ കാര്യം ഫ്യൂച്ചർ ടെൻസിൽ പറയും, സിമ്പിൾ ഫ്യൂച്ചറിൽ പറയും. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എക്സാമ്പിൾസ് നോക്കൂ. ഐ വിൽ കം നെക്സ്റ്റ് സാറ്റർഡേ. ഞാൻ അടുത്ത ആഴ്ച വരും. ക്ലിയർ ആണ്? അടുത്ത സാറ്റർഡേ, അടുത്ത ശനിയാഴ്ച ഞാൻ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഹീ വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടും. അതായത് കിട്ടും എന്നാണ് പറയുന്നത്, കിട്ടി എന്നല്ല, കിട്ടും. ക്ലിയർ ആണ്? ഫ്യൂച്ചറിലുള്ള കാര്യമല്ലേ. ഇനി we will know our exam results in May. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് മെയ്യിൽ നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മെയ്യിൽ നമുക്ക് എക്സാംസിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി നോക്കൂ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞിട്ട് എന്താ? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇതിൻ്റെ റൂൾസ് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ഇവിടെ നോക്കൂ. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വിൽ വരെ സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ബി വരും, ഒരു ബി വരും. ഇത് മറക്കരുത്. പിന്നെ എല്ലാത്തിലും ഉള്ളതുപോലെ കണ്ടിന്യൂസിനകത്ത് ING ഫോം ഇവിടെയും വരും. ക്ലിയർ ആണല്ലോ? പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. നമ്മളെങ്ങനെ എഴുതാം? ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ എന്ന് നമുക്ക് ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? ഇനി നമുക്കിത് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് പഠിക്കണ്ടേ? ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് വിച്ച് വിൽ ബി ഇൻ പ്രോഗ്രസ് അറ്റ് എ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഒരു ആക്ഷൻ ഭാവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റും. ഒരു ആക്ഷൻ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നമ്മൾ അത് തന്നെയല്ലേ പഠിച്ചത്? പാസ്റ്റ് ടെൻസിലാണെങ്കിൽ പാസ്റ്റിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പ്രസൻറ്റിലാണെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസിൽ പറയാൻ പറ്റും അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ? ഫ്യൂച്ചറിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ക്ലിയർ ആണോ? എക്സാമ്പിൾസ് നോക്കൂ. ഇറ്റ് വിൽ ബി റെയിനിങ് വെൻ വി സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യാം? മഴ പെയ്യുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? അതായത് ഫ്യൂച്ചറിലൊരു കാര്യം നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും നമ്മൾ തുടങ്ങുമ്പോഴത്തേന്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോഴും പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും പറയാൻ പറ്റും. ഇനി ഇതിൽ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പഠിച്ചപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് വരണം, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ തന്നെ വരണമെന്ന് പഠിച്ചു. പിന്നെ അതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു വ്യത്യാസം വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴാണ് തുടങ്ങുന്നത്? പാസ്റ്റിലാണ് തുടങ്ങുന്നത്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ. അവിടെ മാത്രം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായോ?
ബാക്കി എല്ലാത്തിലും പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസും നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ കൂടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? നമുക്ക് ഫ്യൂച്ചറിലൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം ടേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സിമ്പിൾ പ്രസൻറ്റിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ. ഇറ്റ് വിൽ ബി റെയിനിങ് വെൻ വി സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും മഴ പെയ്യുകയായിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായി? അതൊരു കണ്ടിന്യൂസ് ആണ്. മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ തെറ്റിക്കരുത്. അപ്പോൾ അർത്ഥം വെച്ചിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ടെൻസ് വരുമോ പാസ്റ്റ് ടെൻസ് വരുമോ എന്ന് കണ്ടുപിടിക്കാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ആക്കണ്ട. അതായത് നമ്മൾ എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ. രണ്ട് ക്ലോസ് വരുമ്പം ഒരു സെൻറ്റൻസിനകത്ത് രണ്ട് ക്ലോസ് വരുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് കൺഫ്യൂസ് ആവില്ല, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ക്ലിയർ ആണോ? ഇനി ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ സിംഗപ്പൂർ. ഇവിടെ നോക്കൂ, ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയം ആകുമ്പോഴത്തേനും ഞാൻ സിംഗപ്പൂരിൽ ബീച്ചിലിരിക്കുകയായിരിക്കും. അതൊരു കണ്ടിന്യൂസ് അല്ലേ? ബീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും കുറച്ച് നേരം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചർ വിച്ച് ആർ ഓൾറെഡി പ്ലാൻഡ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇതിൽ പഠിച്ചതാണ്. ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, എന്നാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ പറയാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സാമ്പിൾസ് നോക്കൂ. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ. നോക്കൂ, ഞായറാഴ്ച വരെ ഞാനിവിടെ താമസിക്കുകയായിരിക്കും. കണ്ടിന്യൂസ് അല്ലേ? അല്ലേ? ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ. ഞായറാഴ്ച വരെ ഞാനിവിടെ താമസിക്കുകയായിരിക്കും. ഇപ്പോൾ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഞായറാഴ്ച വരെ ഞാൻ താമസിക്കും. ക്ലിയർ ആണോ? ഇനി ഹി വിൽ ബി മീറ്റിംഗ് ആസ് നെക്സ്റ്റ് വീക്ക്. അവൻ നമ്മളെ അടുത്ത ആഴ്ച മീറ്റ് ചെയ്യും. മനസ്സിലായോ? ഹി വിൽ ബി മീറ്റിംഗ് ആസ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം നെക്സ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ദ പോസ്റ്റ്മാൻ വിൽ ബി കമ്മിങ് സൂൺ. ദ പോസ്റ്റ്മാൻ വിൽ ബി കമ്മിങ് സൂൺ. ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. വിൽ ബി ഉണ്ടോ? വിൽ ബി എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ ഐ എൻ ജി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടിന്യൂസിലും ING വരും. ക്ലിയർ ആണല്ലോ? ഇനി ദ പോസ്റ്റ്മാൻ വിൽ ബി കമ്മിങ് സൂൺ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ എന്താ റൂൾ? എന്താ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ V3 വരും. V3 മറക്കരുത്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. ഇവിടെ എന്താ? ആ ഹാസിന് പകരം ഹാസ് ഓർ ഹാവ് ആണ്. ഇവിടെ വില്ല്. ഹാസ് ഓർ ഹാവിന് മുന്നേ വില്ല് വരും. പക്ഷേ ഹാസ് വരത്തില്ല, ഹാവ് മാത്രമേ വരത്തുള്ളൂ. അത് നിങ്ങൾ തെറ്റിക്കരുത്. വില്ല് കഴിഞ്ഞിട്ട് എപ്പോഴും P1 ഹാവ് ആണ് V1. ക്ലിയർ ആണോ? അപ്പം സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 മറക്കരുത്, പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താ പറ്റും? ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ. ക്ലിയർ ആണോ? എക്സാമ്പിൾ. ഇനി നമുക്കിത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എ സർട്ടൻ ഫ്യൂച്ചർ ടൈം. നമ്മൾ ഒരാക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞു. പാസ്റ്റിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു. ഇതെന്താ? ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്കതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഒരു ആക്ഷൻ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ വിൽ ഹാവ് റിട്ടൺ മൈ എക്സസൈസ് ബൈ മൺഡേ. എൻ്റെ എക്സസൈസ് ഞാൻ മൺഡേ ആകുമ്പോഴത്തേനും എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? മൺഡേ ആകുമ്പം ഞാൻ എൻ്റെ എക്സസൈസ് എഴുതി കഴിയും. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആകുന്നില്ലേ? മൺഡേയിൽ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇനി ഹി വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു ഗോ ടു സീ ഹിം. ഹി വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു ഗോ ടു സീ ഹിം. നീ അവനെ കാണാൻ പോകുമ്പോഴത്തേനും അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? ഹി വിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു ഗോ ടു സീ ഹിം. നീ അവിടെ പോയി എത്തുന്നതിന് മുമ്പേ എന്തുണ്ടാവും? അവൻ പോയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് നീ അവിടെ പോയി എത്തുന്നതിന് മുൻപേ അവൻ
പോയിട്ടുണ്ടാവും. ഫ്യൂച്ചറിൽ നീ എത്തുന്നതിന് മുൻപ് അവൻ പോയിട്ടുണ്ടാവും. കംപ്ലീറ്റഡ് ആക്ഷനാണ്. ക്ലിയർ ആണോ? ഇനി ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 5 years. ഇവിടെ നോക്കൂ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഈ മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേനും ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 5 years. ഞാനിവിടെ 5 വർഷം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവും. മനസ്സിലായി? ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമാവും. ഈ മാസം അവസാനം ആകുമ്പോഴത്തേനും ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷം കംപ്ലീറ്റ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റഡ് ആക്ഷൻ. ക്ലിയർ ആണോ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിലെന്താ? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. നോക്കൂ, ഇവിടെ വിൽ കഴിഞ്ഞിട്ട് ഹാവ് വരെ സെയിം ആണ്, പിന്നെ ബീൻ കൂടെ വരും, പ്ലസ് വെർ പ്ലസ് ING. കണ്ടിന്യൂസിൽ എപ്പോഴും നമ്മൾ ING വരുമെന്നറിയാം, വെർ പ്ലസ് ING. ക്ലിയർ ആണല്ലോ? ഇനി ഇത് നമുക്ക് എന്തോ സെൻറ്റൻസ് എന്തോ പറയാൻ പറ്റും? ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്ന് പറയാൻ പറ്റും. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ക്ലിയർ ആണോ? ഇത് എവിടേക്ക് ഉപയോഗിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ഷൻസ് വിച്ച് വിൽ ബി ഇൻ പ്രോഗ്രസ് ഓർ എ പീരീഡ് ഓഫ് ടൈം ദാറ്റ് വിൽ എൻഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇതിലെന്താ? ഫ്യൂച്ചർ ഒരു കാര്യം കണ്ടിന്യൂസ് ആയി നടന്നിട്ട് ഒരു സമയത്ത്, ഫ്യൂച്ചറിൽ തന്നെ ഒരു സമയത്ത് കംപ്ലീറ്റ് ആവും, അല്ലേ? നമ്മളിതിനകത്ത് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താ പഠിച്ചത്? പാസ്റ്റ് ഒരു ആക്ഷൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോഴും കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം, അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങി പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എന്താ? ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ തുടങ്ങി കണ്ടിന്യൂ ചെയ്തിട്ട് പക്ഷേ ഫ്യൂച്ചറിൽ അവസാനിക്കും. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങൾ ഇത് മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ ആണോ? ഇനി വി വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 4 years ബൈ നെക്സ്റ്റ് മാർച്ച്. കണ്ടോ, ഒരു ആക്ഷൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴത്തേനും നമുക്ക് 5 വർഷമാവും. 4 years, 4 വർഷമാവും. വി വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 4 years. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അടുത്ത മാർച്ച് ആകുമ്പോഴത്തേനും 4 വർഷമാവും. ക്ലിയർ ആയോ? ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ മാർച്ചിൽ അവസാനിപ്പിക്കുകയാണ്. ക്ലിയർ ആണോ? ഇനി ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 20 years നെക്സ്റ്റ് ജൂലൈ. നെക്സ്റ്റ് ജൂലൈ ആകുമ്പോഴത്തേനും ഞാനിവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷങ്ങളാവും. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എക്സാമ്പിൾസ് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ്. മോഡൽ ക്വസ്റ്റ്യൻ 1. രാമു വിൽ ഡാഷ് വിങ്സ് ഓഫ് ഫയർ. വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാമില്ലേ, APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ, എഴുതിയ ബുക്കാണ്. ഇതിൽ ഹി വിൽ ഡാഷ് വിങ്സ് ഓഫ് ഫയർ. ഓപ്ഷൻസ് നോക്കൂ. റീഡ്സ്, റീഡ്, റീഡിങ്. ക്ലിയർ ആണോ? എന്തോ വരിക? വില്ല് കഴിഞ്ഞിട്ട് എന്തോ വരും എന്ന് പറഞ്ഞു നമ്മൾ? V1 അല്ലേ? അപ്പം റീഡല്ലേ വരിക? ആൻസർ റീഡാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഫിനിഷ് മൈ വർക്ക് ഇൻ ടൈം. നോക്കൂ, ഇവിടെ ഓപ്ഷൻസ് എന്താ നോക്കൂ. ഹാവ് കഴിഞ്ഞിട്ട് ഫിനിഷ് വരുമോ? ഇല്ല. ആം കഴിഞ്ഞിട്ട് ഫിനിഷ് വരുമോ? ഇല്ല. ഫിനിഷിങ് വരണം. ഹാവ് കഴിഞ്ഞിട്ട് തന്നെ ഫിനിഷ്ഡ് വരണം, V3 വരണം. ഇവിടെ അപ്പോൾ വില്ലല്ലേ വരുള്ളൂ? വിൽ. ഐ വിൽ ഫിനിഷ് മൈ വർക്ക് ഇൻ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേബി വിൽ ബി ഡാഷ് ദ ഹോൾ നൈറ്റ്. ഓപ്ഷൻസ് നോക്കൂ. പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. ഇവിടെ നോക്കൂ, ദ ബേബി വിൽ ബി കഴിഞ്ഞിട്ട് എന്തോ വരും? V പ്ലസ് ING, വെർ പ്ലസ് ING. ഇവിടെ എന്താ? ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, വെർ പ്ലസ് ING. പ്ലേയിങ് ദ ഹോൾ നൈറ്റ്. ക്ലിയർ ആണോ? ഇനി ഐ ഡാഷ് ഹെൽപ്പിംഗ് മൈ മദർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓപ്ഷൻസ് നോക്കൂ. ഹാവ്, വിൽ ബി, വിൽ. ഹെൽപ്പിംഗ് വന്നതുകൊണ്ട് നമുക്ക് എന്താ വരണം? ഒന്നുമില്ലെങ്കിൽ വിൽ ഹാവ് ബീൻ വരണം, അല്ലെങ്കിൽ വിൽ ബി വരണം. ഉറപ്പല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരണം, എന്നാലേ ING ഫോം വരത്തുള്ളൂ. ഇവിടെ നമുക്ക് വിൽ ഹാവ് ബീൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് വിൽ ബിയെ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ എന്താ? വിൽ ബി. ഇനി ബൈ ദ ടൈം യു റീഡ് ദിസ് ഐ വിൽ ഡാഷ് ലെഫ്റ്റ്. നോക്കൂ, ഇവിടെ നോക്കൂ. ബൈ ദ ടൈം യു റീഡ് ദിസ് ഐ വിൽ ഡാഷ് ലെഫ്റ്റ്. ഓപ്ഷൻ നോക്കൂ. ഹാവ്, ഹാസ്, ഹാഡ്. ഇവിടെ വില്ല് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഹാവ് എന്ന് അറിയാം അല്ലേ? അപ്പോൾ ഹാവേ വരുമെന്ന് അറിയാം. അങ്ങനെ നമുക്ക് ഐ വിൽ ഹാവ് ലെഫ്റ്റ് ആൻസറും എഴുതാൻ പറ്റും. ഹാസും ഹാഡും വരത്തില്ലെന്ന് നമുക്കറിയാം, അങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ബൈ ദ ടൈം യു റീഡ് ദിസ്, നീ ഇത് വായിക്കുമ്പോഴത്തേനും ഞാനിവിടുന്ന് പോയിട്ടുണ്ടാവും അല്ലേ? ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് വിൽ ഹാവ് വരുമെന്ന്, അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമെന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഹാവ് ആൻസർ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി യു വിൽ ഹാവ് ഡാഷ് യുവർ റിപ്പോർട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്.
You will have dash your report by this time next week. Example, ഓപ്ഷൻസ് നോക്കൂ. ഫിനിഷ്, ഫിനിഷിങ്, ഫിനിഷ്ഡ്. യു വിൽ ഹാവ് കഴിഞ്ഞിട്ട് എന്തോ വരും? ഫിനിഷ്ഡേ വരുള്ളൂ. യുവർ റിപ്പോർട്ട് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമുക്ക് V3 വരണം. അങ്ങനെ ഫിനിഷ്ഡ്. ഇവിടെ ഫിനിഷിങ്ങും ഫിനിഷും V3 അല്ല, V3 ഫിനിഷ്ഡ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ എന്താ? ഫിനിഷ്ഡ്. 7. I will have dash here for 3 hours by 6 o'clock. നോക്കൂ, I will have dash here for 3 hours by 6 o'clock. ഇവിടെ നോക്കൂ, will have കഴിഞ്ഞിട്ട് എന്തോ വരണം? will have കഴിഞ്ഞിട്ട് ഒന്നിൽ V3 വരണം അല്ലേ? ഇവിടെ V3 ഉണ്ടോ? ഇല്ല. പിന്നെ ഹിയർ ഫോർ 3 hours by 6 o'clock എന്ന് പറയുന്നുണ്ട് അല്ലേ? ഫോർ 3 hours, 3 മണിക്കൂറായി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് 6 മണി ആകുമ്പോഴത്തേനും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണേലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ എന്താ ആൻസർ വരിക? വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 8ാമത്തെ, ബൈ 2001 ഐ വിൽ ഡാഷ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ 16 years. ഇവിടെ നോക്കൂ, ഐ ഹാവ് ഡാഷ് ബീൻ. ഡാഷ് ബീൻ ഐ വിൽ കഴിഞ്ഞിട്ട് എന്തോ വരും? ഡാഷിനകത്ത് ഓപ്ഷൻസ് ഹാസ്, ഹാവ്, ഹാഡ്. വിൽ കഴിഞ്ഞിട്ട് എന്തേ വരുള്ളൂ? ഹാവേ വരത്തുള്ളൂ. അപ്പം നമുക്ക് ആൻസർ ഹാവ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇവിടെ നമുക്ക് ഫ്യൂച്ചർ ടെൻസും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കാം, ഫ്യൂച്ചർ ടെൻസിന് 4 രൂപങ്ങൾ പഠിച്ചു. ആ 4 രൂപങ്ങളും എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.